അപ്പോൾ കരിസ്മ റീസ്റ്റോറേഷൻ യെല്ലോ നിസാര പണിക്ക് വന്നാണ്, പക്ഷെ അത് റീസ്റ്റോർ ചെയ്തെടുത്തു. കരിസ്മ റീസ്റ്റോർ ചെയ്യണ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ യെല്ലോ കരിസ്മയിൽ എന്തൊക്കെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കുറേയൊക്കെ ഞാൻ വീഡിയോയിൽ പകർത്തി. സ്പാർക്ക് പ്ലഗിൻ്റെ ഒക്കെ ഒരു കോലം കണ്ട ഗൈസ്. മെയിനായിട്ട് ഈ കരിസ്മ നമ്മുടെ അടുത്തേക്ക് വരാൻ കാരണം എൻജിൻ ലീക്കാണ്. കുറേ വർക്ക്ഷോപ്പുകളിൽ പോയി, കുറേ സ്ഥലങ്ങളിൽ പോയി, അവർക്ക് എൻജിൻ ലീക്ക് ഇതുവരെ മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞ് മിസ്സിങ്. ഒരു ഞായറാഴ്ചയാണ് നമുക്ക് കയ്യിൽ വണ്ടി എത്തണം. ഒരാഴ്ച സമയം നിന്നു, അടുത്ത ഞായറാഴ്ച വണ്ടി കൊടുക്കും വേണം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ ഗൾഫിൽ പോകും. അതിന് മുന്നേ ഒരു 3 ദിവസമെങ്കിലും ആൾക്ക് ഓടിക്കാന്നാണ് ആൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഫുൾ റീസ്റ്റോർ ചെയ്ത് തരാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു പോയി ആൾക്ക്. എഞ്ചിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് ലീക്ക് വരുന്നത് വീഡിയോൻ്റെ അവസാനം ഞാൻ പറയാം. വണ്ടി ഓടിച്ചുകൊണ്ടുള്ള വീഡിയോ എടുക്കണത് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഫോൺ വെച്ച് മൂക്കൊണ്ട് സപ്പോർട്ട് ചെയ്യും. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഞാൻ എടുക്കണം. ഇപ്പം ഞാൻ പോണത് ചേസും എൻജിനും പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ടാങ്കും ബോഡി കിറ്റും ബാക്കിയുള്ള എല്ലാ സാമഗ്രികളും അയച്ചു വെച്ചിട്ട് ഇങ്ങനെ എല്ലും തോലായിട്ട് ഓടിച്ചിട്ട് പോകാനായിട്ട് എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു സുഖം. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഓടിച്ചെന്നെ അറിയണം. എൻജിനിലേക്കും കാർബറേറ്ററിൻ്റെ മിസ്സിങ്ങും കാരണം തൃശ്ശൂരിൽ കാണിക്കാത്ത ഒരു വർക്ക്ഷോപ്പും ഇല്ല എന്നാണ് ഈ വണ്ടിയുടെ ഓണർ പറഞ്ഞത് നമ്മുടെ അടുത്ത്. മെയിനായിട്ട് നമ്മൾ നിത്യകർമ്മങ്ങൾ ചെയ്യണ പോലെ നമ്മുടെ വണ്ടികൾക്കും ഒരു 3000 കിലോമീറ്റർ 6000 കിലോമീറ്ററൊക്കെ എത്തുമ്പോൾ നമ്മുടെ വണ്ടികൾക്കും ചെയ്തു കൊടുക്കണം. അപ്പോൾ വലിയ അസുഖങ്ങളൊന്നും വരില്ല. വണ്ടി വഴിയിൽ വെച്ച് ഓഫാവും, നേരെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കയറ്റും. 2 ദിവസം കഴിയുമ്പോൾ 1500 കൊടുത്ത് ഇറക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ഓയിൽ ലീക്ക് വരും, 4000-4500 കൊടുക്കും, വീണ്ടും ഇറക്കും. ഇതിങ്ങനെ സൈക്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 6-7 മാസം ഈ ഒരു എൻജിൻ ലീക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കുറേ അലഞ്ഞു എന്നാണ് ഇവന്മാർ പറഞ്ഞത്. എൻജിൻ ലീക്കൊക്കെ മാറ്റി കൊടുത്തിട്ട് അത് എവിടെ നിന്നാണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. മിസ്സിങ് ഉണ്ടായത് കാർബറേറ്റർ മാറ്റി. കാർബറേറ്റർ പിന്നെ ഞാൻ പറയണ്ടല്ലോ, കാർബറേറ്റർ ഒറിജിനൽ കാർബറേറ്റർ ചിലവർക്ക് മാത്രമേ വെച്ച ഭാഗ്യം കിട്ടുള്ളൂ. അതൊരു ഭാഗ്യപരീക്ഷണമായിട്ട് കൂട്ടാം നമുക്ക്. അങ്ങനെ എൻജിനും ചേസും പെയിൻ്റ് അടിച്ച് കൊണ്ടുവന്നു. കോൺസെറ്റ് അടിക്കണ്ടായിരുന്നു, അപ്പോൾ കോൺസെറ്റ് ബെയറിങ് മാറ്റി. ഫ്രണ്ട് ഫോർക്ക് ലീക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ഫോർക്കിൽ ഓയിൽ നിറച്ച് പുതിയ സീലും ഓയിൽ സീലൊക്കെ ഡസ്റ്റ് സീലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ വന്നത് സ്വിങ്ങാമായിരുന്നു. സ്വിങ്ങാമ് ആകെ മോശമായിരുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ വണ്ടി 1 മാസത്തിന് ശേഷം ഇത് രാത്രി 8 മണി ബോഡി പാർട്സും പുതിയ ടാങ്കും പിന്നെ അത് ഹെഡ്ലൈറ്റ് മാറ്റാൻ വരെ അയാൾ പറഞ്ഞിരിക്കുകയാണ്. ഇതിന് പിന്നിലൊരു കാരണമുണ്ട്. 1 മാസം പിന്നെ ഇത്തരം വർക്ക് തരാനായിട്ടുള്ളൊരു കാരണമുണ്ട്. അതും ഞാൻ ലാസ്റ്റ് പറയാം. ഒരു കാരണമല്ല, കുറച്ച് കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം ഈ വരുന്ന 2025 ആഗസ്റ്റിൽ ടെസ്റ്റാണ് വണ്ടിക്ക്. അപ്പോൾ എന്തായാലും ബോഡി കുറച്ചൊക്കെ പെയിൻ്റ് അടിക്കേണ്ടി വരും, ഒരു റീസ്റ്റോറേഷൻ സെറ്റപ്പ്. ഓക്കെ. രണ്ടാമത്തെ കാരണം ഈ ഒരു കരിസ്മയുടെ എല്ലാ പാർട്സിൻ്റെയും എല്ലാ ഫൈബർ പാർട്സിൻ്റെയും ഓരോ ഹോൾഡർ ഇങ്ങനെ ഒടുങ്ങിയിരിക്കുന്നു. ചിലതൊക്കെ ഉണ്ടായിരുന്നില്ല, സ്ക്രൂ മാത്രം വെച്ചിട്ടേ കണ്ട. ഇവിടെയൊക്കെ നമ്മളിപ്പോൾ ഫൈബർ പാർട്സ് ഫൈബർ വർക്കിങ്ങിന് കൊടുത്തിട്ട് ഇപ്പോൾ ബലപ്പെടുത്തി ഹോളൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുള്ളൂ. മൂന്നാമത്തെ കാര്യം ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാട്ടോ. അപ്പം അങ്ങനെ 3 കാര്യങ്ങൾ ലാസ്റ്റ് പറയാനുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് മാറ്റാനായിട്ട് വേറൊരു കാര്യമുണ്ട്. വണ്ടിയിലെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് വണ്ടി ഡെലിവറി എടുക്കാൻ വന്നപ്പോൾ ഹെഡ്ലൈറ്റ് കണ്ടപ്പോൾ ഒരു പഴഞ്ചൻ ലുക്ക് തോന്നി. അപ്പോൾ അവർ പറഞ്ഞു ഹെഡ്ലൈറ്റും കൂടി ഇല്ലേ മാറ്റാനുള്ളൂ, ഹെഡ്ലൈറ്റും ബാക്കിലെ ഇൻഡിക്കേറ്ററും കൂടി മാറ്റാനുള്ളൂ, അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിത്തരാൻ പറഞ്ഞു. ഇത് കേട്ട അനീഷേട്ടനെ ഇളകി. എൻജിന് ചേസും പെയിൻ്റ് അടിക്കാനുള്ള സമയത്ത് ഫൈബർ പാർട്സിൽ എന്തെങ്കിലും വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫൈബർ വർക്കിന് നമ്മൾ കൊടുക്കും. ആ ഗ്യാപ്പിൽ പാർട്സ് എന്തെങ്കിലും നമുക്ക് വരാനുണ്ടെങ്കിൽ അതിന് വെയിറ്റ് ചെയ്ത് വെക്കും. ഇതെല്ലാം കഴിഞ്ഞ് ബോഡി കിറ്റൊക്കെ കയറ്റിയിട്ട് പറയുക ആ ഡൂമും കൂടി ഒന്ന് മാറ്റിക്കൂടി. കരിസ്മ റീസ്റ്റോറേഷൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറേ പേര് ചോദിക്കും കരിസ്മ റീസ്റ്റോർ ചെയ്യാനുണ്ടെന്ന്. ഞാൻ ഉറപ്പായിട്ട് വേണ്ടെന്ന് പറയുന്നത് ഈ ഒരൊറ്റ മനുഷ്യൻ കാരനാണ്, അനീഷേട്ടൻ. ഹീറോൻ്റെ ഏത് വണ്ടിയുടെ കാര്യമായാലും 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഈ മനുഷ്യനുണ്ട്. അപ്പോൾ ഓയിൽ ലീക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാങ്കിൻ്റെ കേസ് പൊട്ടിപ്പോയി. സെൻറ്ററിലുള്ളത് നമ്മുടെ എൻജിൻ നമ്പറൊക്കെ വരുന്ന ഭാഗത്ത് ക്രാങ്കിൻ്റെ കേസ് പൊട്ടിപ്പോയി. അപ്പോൾ ക്രാങ്ക് കേസ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് കാർബറേറ്റർ മാറ്റിയിട്ടുണ്ട്, അണ്ടർബെല്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോഡി കിറ്റ് കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. അവർക്കത് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഫ്രണ്ടർ അതിൻ്റെ ക്ലാമ്പ് ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഹോളിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്ലാമ്പിൽ വെച്ച് ഇത് കറക്റ്റ് സാധനം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻജിനും ചേസൊക്കെ പെയിൻ്റ് അടിച്ചു. ഡൂമ് മാറ്റിയിട്ടുണ്ടായിരുന്നു, പുതിയ ഡൂമ് വെച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്തേക്ക് വരുന്ന എല്ലാ കരിസ്മയ്ക്കും ഇത് എക്സ്പൾസിൻ്റെ മിററാണ് കേട്ടത്. എക്സ്പൾസിൻ്റെ മിററാണ് നമ്മൾ വെച്ചേക്കണത്.
പിന്നെന്താ പറയുക, റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഒരു മീറ്റർ കിട്ടിയപ്പോൾ അത് കസ്റ്റമർ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ മീറ്റർ ആകെ ഡാമേജ് ആയിരുന്നു. അപ്പോൾ അതിന് പകരം പുതിയ മീറ്റർ കിട്ടാനില്ല. നമ്മൾ കുറേ അന്വേഷിക്കുന്നുണ്ട്. നല്ല മീറ്റർ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരും. പിന്നെ ഇതിൽ ടാങ്ക് മാറ്റിയിട്ടാണ്, പുതിയ ടാങ്ക് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ടാങ്ക് അത്യാവശ്യം വലിയ ടാങ്കിന് സീറ്റ് കവർ അടിച്ചു. പിന്നെ ഇതിൽ എക്സ്ട്രാ ചെയ്തത് പ്ലേറ്റിങ്, നല്ല രീതിയിലുള്ള പ്ലേറ്റിങ് അവർ ചെയ്ത് തന്നിട്ടുണ്ട്. ബാക്ക് കരിയറും പ്ലേറ്റ് ചെയ്തു, സൈലൻസറിൻ്റെ ഗാർഡും പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്താ പറയുക, കോൺസെപ്റ്റ് ഫുള്ള് ബെയറിങ് പോയി കിടക്കായിരുന്നു. അപ്പോൾ കോൺസെപ്റ്റ് അടിച്ചു, ഓയിൽ ഒക്കെ ലീക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഓയിൽ സീലൊക്കെ മാറ്റി ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട്. ഫുള്ള് പോയിക്കായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കൈ കൊണ്ട് സെൻറ്റർ സ്റ്റാൻഡ് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വിങ്ങാമും നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. സ്വിങ്ങാം ബുഷൊക്കെ നല്ല രീതിയിൽ പുതിയതൊക്കെ ഇട്ട് അടിച്ചു കൊടുത്ത് എൻജിന് ചേസ് പെയിൻ്റ് അടിച്ച് റീസ്റ്റോറേഷൻ കംപ്ലീറ്റ് ആക്കി. ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കാമെന്ന് പറഞ്ഞ വണ്ടി 1.5 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തത്. അതിലൊന്നാമത്തെ കാരണം നമ്മുടെ കരീസ്മയുടെ ഓണർക്ക് വേറൊരു V3 ഉണ്ടായിരുന്നു. ആള് അതുമൊന്ന് ആക്സിഡൻ്റായി. 2 മാസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. 2 മാസം ലീവ് നീട്ടി. രണ്ടാമത്തെ കാര്യം എൻജിൻ്റെ ക്രാങ്ക് കേസ് ആയിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ചെറിയൊരു വിള്ളൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓയിൽ പോണത്. അത് കറക്റ്റായിട്ട് നമ്മൾ ഓവറോളും ചെക്ക് ചെയ്ത് വാഷൊക്കെ ചെയ്തിട്ട് എൻജിൻ മൊത്തം വാഷ് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8ാം മാസം ടെസ്റ്റാണ്. അതിൽ ഒരു 2 മാസം കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് ഒന്ന് റെഡിയാക്കി തരാൻ പറഞ്ഞ് അങ്ങനെ ഫുൾ റീസ്റ്റോറേഷൻ കഴിഞ്ഞു ഗൈസ്.